ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഗീവ് അവേയുടെ വീഡിയോയും അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സെയിൽ വീഡിയോയും കൂടെയാണ്. അപ്പം നമ്മളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോയുടെ ഇടയിൽ അവസാനത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ പറയും. അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്കിന്ന് മെയിനായിട്ട് സെയിലിനായിട്ട് നമുക്ക് അഗ്ലോണിമയും ഓർക്കിഡ്സും കൂടെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ സർപ്രൈസ് ബോക്സിൻ്റെ കാര്യത്തിന് നമുക്ക് ഒരു ഇതാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ഒരുപാട് പേര് പല രീതിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കിയപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ മിനിയേച്ചർ ഓർക്കിഡ് വെറൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കോമ്പാക്റ്റം മിനിയേച്ചർ വെറൈറ്റീസ് ഒക്കെ തന്നെയാണ്. അതിൽ യായ കോമ്പാക്റ്റും ഉണ്ട്, മിനി നിമോ ഉണ്ട്, പിന്നെ യായ റെഡ് സ്പ്ലാഷ് ഉണ്ട്, പിന്നെ നമ്മുടെ സീസർ മിനി ഹൈബ്രിഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് മെയിനായിട്ട് ഇപ്പോൾ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്കെല്ലാം നല്ല നിറച്ച് ഫ്ലവറായി നിൽക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ എടുത്തത്. പക്ഷേ ഈ ഒരു വീഡിയോ കുറച്ച് നാൾ മുന്നത്തതാണ്. ഇതാണ് ഇപ്പം നമ്മുടെ യായ കോമ്പാക്റ്റ്. നേരത്തെ കണ്ട വീഡിയോയിലേക്കാളും ഒരുപാട് സ്പൈക്ക്, ഒരുപാട് പൂങ്കൂലകൾ നമുക്ക് വീണ്ടും വീണ്ടും വന്നു. ഒരു പൂങ്കുല വന്നിട്ട് അതിൽ നിന്ന് വീണ്ടും പൂങ്കുല വന്ന് അങ്ങനെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ യായ മിനി യായ കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാന്റ്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ്. പിന്നെ ഇതിൻ്റെ ബുഷി പോട്ട് നമ്മുടെ കയ്യിൽ സെയിലായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതായത് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മിനിയായ റെഡ് സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മളിത് വഴിയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടത് മിനി നിമ്മോ. മിനി നമ്മുടെ നമുക്ക് 2 ടൈപ്പാണ് വരുന്നത് പ്ലാന്റ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ മിനിയായ റെഡ് സ്പ്ലാഷിൻ്റെ അത് ഒന്ന് കാണാം. ഇതൊരു മിനിയേച്ചർ ഓർക്കിഡാണ്. പിന്നെ നല്ല ഇതേപോലെ ഇഷ്ടംപോലെ ഫ്ലവറിങ് കിട്ടുന്നത്. അതിനൊരു ഫ്ലവറിൻ്റെ സൈഡിൽ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ മറ്റേ കോമ്പാക്റ്റം വെറൈറ്റിക്കാളും ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിനൊരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു സൈഡിൽ കറക്റ്റ് ബോർഡർ പോലെയാണ് ആ ഒരു വൈറ്റ് കളറിങ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. പിന്നെ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പ്ലാന്റെല്ലാം ടാഗ്ഡ് പ്ലാന്റാണ്. അപ്പോൾ പുറത്തുനിന്ന് വന്ന പ്ലാന്റാണ് വിത്ത് ടാഗോട് കൂടിയാണ്. ഇതൊക്കെയാണ് പ്ലാന്റ്. അപ്പോൾ നമുക്ക് 2 സ്റ്റേജാണ് ഉള്ളത്. മൊട്ടോടുകൂടിയുള്ള പ്ലാന്റും ഉണ്ട്, അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ അല്ലാത്ത പ്ലാന്റ്സ്. ഇപ്പോൾ വളരെ കുറച്ച് പ്ലാന്റ് നമ്മളിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു വെറൈറ്റിയാണ് മിനിയായ റെഡ് സ്പ്ലാഷ്. അപ്പോൾ അതാ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് സെയിൽ വരുന്നത്. അപ്പോൾ സൈഡിൽ ഫോട്ടോയും കാണിക്കുന്നുണ്ട് കണ്ടോ. പല സൈസിലുള്ള പ്ലാന്റ്സ്, അത്യാവശ്യം എല്ലാം ടാഗ്ഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ വന്നത് വളരെ പെട്ടെന്നാണ് ഫ്ലവർ വന്നത്. അപ്പം നമുക്ക് ഇതിൽ റേറ്റ് വരുന്ന ഫ്ലവർ അല്ലാത്ത പ്ലാന്റ്സിന്, ഇപ്പോൾ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സിനാണെങ്കിൽ നമുക്ക് എന്താ പറയുക 300 രൂപയും, ഫ്ലവർ ആയ പ്ലാന്റ്സിനാണെങ്കിൽ അതായത് മുട്ടൊക്കെ വന്ന പ്ലാന്റ്സിനാണെങ്കിൽ നമുക്ക് വരുന്ന റേറ്റ് 325. ഈ ഒരു 2 റേറ്റിനാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ്. അത്യാവശ്യം മുട്ട് വന്ന ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ മിനിയായ റെഡ് സ്പ്ലാഷ്. നമുക്ക് കണ്ടതേപോലെ സ്പൈക്കൊക്കെ നല്ല ഹെൽത്തി സ്പൈക്ക് വരുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ സെയിലിനായിട്ടേ നമുക്ക് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അതുവഴി നിങ്ങൾക്ക് ബുക്കിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ എന്താ പറയുക, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. പിന്നെ ഇനി അടുത്ത് വരുന്ന നമ്മുടെ സീസർ മിനി ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇത് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ വെച്ച് നമ്മൾ ഫ്ലവറിങ് ആക്കിയതാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്ലവർ പിക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ 2 മുട്ടൊക്കെ വന്നേക്ക്, 2 സ്പൈക്ക് വന്ന പ്ലാന്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ മുട്ട് വന്ന പ്ലാന്റാണ്. ഇതിൽ വേറെ ഒരു കാര്യമില്ല, നമ്മൾ കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ മാറി വല്ലപ്പോഴൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ ഫ്ലവർ ചെയ്യുന്നത്. കാരണം മിനിയേച്ചർ വെറൈറ്റി നിങ്ങൾക്ക് അറിയാം, നമ്മൾ അധികം കെയർ കൊടുത്തില്ലെങ്കിൽ ചുമ്മാ നമുക്ക് ഫ്ലവറിങ് കിട്ടും. അതായത് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റി, മിനിയേച്ചർ വെറൈറ്റി എല്ലാം അങ്ങനെയാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഒരു ലീഫ് പോലും ഇല്ലാത്ത ഒരു തണ്ടിൽ നിന്ന് വരെ നമുക്ക് മുട്ട് വന്നിട്ടുണ്ട്. ഇതിൽ 3 സ്പൈക്കുള്ള പ്ലാന്റാണ്. അപ്പം അത്രയും ഫ്ലവറിങ് കപ്പാസിറ്റി ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയും കോമ്പാക്റ്റും വെറൈറ്റി. കാരണം നമ്മൾ അധികം ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തില്ലെങ്കിൽ ചുമ്മാ ഒരു നല്ലൊരു മഴ കിട്ടിയാലും പെട്ടെന്ന് അങ്ങ് ഫ്ലവർ ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു മഴയത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഫ്ലവർ വന്നത്. 2 മഴ പെയ്യുമ്പം സ്പൈക്ക് വന്നു തുടങ്ങും, അങ്ങനെയാണ്. അപ്പം എന്നും പറഞ്ഞ് നമ്മൾ ഓവറായിട്ട് മഴയും കൊള്ളിക്കരുത് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ നല്ല ഇതേപോലെ നമ്മുടെ പോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റ് പോട്ടോട് അയക്കുക, അല്ലാതെ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. കണ്ടോ,
പുതിയ പുതിയ സ്പൈക്ക് വന്നു തുടങ്ങുന്ന പ്ലാന്റ് ഉണ്ട്, സ്പൈക്ക് വലിയ സ്പൈക്ക് ആയതുകൊണ്ട്, സിംഗിൾ സ്പൈക്ക്, ഡബിൾ സ്പൈക്ക്, പിന്നെ 3 സ്പൈക്ക്, അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്ലാന്റ്സ് ഉള്ളത്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. അതുവഴി നിങ്ങളുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, ഈ ഒരു പ്ലാന്റ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്പൈക്കൊക്കെ വന്ന പ്ലാന്റുകളാണ്. മിക്കല്ല, അത്യാവശ്യം ഈ ഒരു മിനിയേച്ചറായിട്ട് നമുക്കൊരു ഫ്ലവർ വിരിഞ്ഞ് തീരുമ്പോൾ അടുത്തത് വീണ്ടും വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവറിങ് കണ്ട് ഇത് കണ്ടോ, ഒരു നിങ്ങളൊന്ന് കാണിക്കാനാണ് നോക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഫോക്കസായി. നമുക്ക് ആ ഒരു ചെറിയ തണ്ടിൽ തന്നെ മുട്ട് വന്ന് തുടങ്ങുന്നതാണ്. പിന്നെ ഒരു വലിയ സ്പൈക്കുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒട്ടുമിക്കത് ഇങ്ങനെ സ്പൈക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മളിതാ കാണിക്കുന്നത് നമ്മുടെ ഓസ്പീഷ്യസ് റെഡ്, അഗ്ലോണിമ വെറൈറ്റിയിൽ ഓസ്പീഷ്യസ് റെഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് നമുക്ക് 250-നുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നമുക്കൊരു 6 ഇഞ്ച് പോട്ടിൽ വരുന്നത്, നമുക്ക് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ച് പോട്ടിലൊക്കെ വലുപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് 250-നും അവൈലബിൾ ആണ്. ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മൾ റെഡ് ചാം എന്ന് പറയുന്ന വെറൈറ്റി. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻക്വയറി ഒരുപാട് ആവുന്ന പെട്ടെന്ന് ആവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ റെഡ് ചാം. ഇതിൻ്റെ അത്യാവശ്യം നല്ല കളർ വന്ന നല്ല പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത്. കണ്ട് ഇത്രയും നല്ല രീതിയിൽ ഭംഗിയുള്ള ലീഫൊക്കെയാണ്. ഒരു പ്രത്യേക ഒരു ഓറഞ്ചും യെല്ലോയും റെഡും പിങ്കും ഷെയ്ഡൊക്കെ കയറി വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മുടെ റേറ്റ് വരുന്നത് 290 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റി, എനിക്കിത് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ്. ഇതിൽ ആകെ ഒറ്റ പീസേ ഉള്ളൂ. നമുക്കിത് ഏലിയൻ മിക്സ് എന്നാണ് പറഞ്ഞാണ് വരുന്നത്. ഏലിയൻ അല്ലെങ്കിൽ എലൈൻ മിക്സ് എന്നും പറയും. അപ്പോൾ എലൈൻ അല്ലെങ്കിൽ ഏലിയൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഗ്രീൻ ഷെയ്ഡും വൈറ്റ് ഡോട്ടും വരുന്നതാണ്. പക്ഷേ ഇതിൽ കണ്ടോ, ആ പുതിയ ലീവ്സൊക്കെ നല്ല പിങ്കിഷ് കളർ, നല്ല ബേബി പിങ്ക് കളറും, പിന്നെ അതിൻ്റെ ലീഫ് കുറച്ച് കഴിയുമ്പം നല്ല ഒരു പീച്ച് കളറിലോട്ട് മാറും. സ്കിൻ കളർ അല്ലെങ്കിൽ പീച്ച് കളറിലോട്ട് ലീഫിൻ്റെ കളർ അങ്ങ് മാറും. പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്, ആകെ ഒരേ പ്ലാന്റേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് റേറ്റും ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാനാണ്. ഒരു സിംഗിൾ പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ. ഇനി അടുത്ത് നമ്മുടെ ഫിറ്റോണിയുടെ വെറൈറ്റിയാണ്. ഫിറ്റോണിയ റെഡ് വെറൈറ്റീസ് ഒക്കെയാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത്. റെഡ് മിക്സ് ആണ്. അപ്പോൾ ഫിറ്റോണിയുടെ ഈ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വരുന്നത് 2 എണ്ണം ആയിട്ട് നമ്മൾ കോംബോ, അത് ഗ്രീൻ വെറൈറ്റി ഈ വെറൈറ്റിയും കൂടെ ആണെങ്കിൽ നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് 160 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റേറ്റ് ഇതിനാണ് കൊടുക്കുന്നത്. നമ്മൾ മുന്നേ 175 ഇപ്പോൾ നമുക്ക് 160-നാണ് നമ്മളിപ്പോൾ പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫിറ്റോണിയുടെ ഗ്രീൻ വെറൈറ്റി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫിറ്റോണിയുടെ ഗ്രീൻ വെറൈറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ബുഷി പോട്ടായിട്ട് വരുന്ന പ്ലാന്റാണ്. കണ്ട ഒരു പോട്ട് ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണെങ്കിൽ 160 രൂപ പ്ലസ് ECക്കാണ് നമ്മൾ അയക്കുന്ന. പോട്ടോടുകൂടി അയക്കും, അല്ലാതെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. കണ്ടത് നല്ല നമ്മുടെ ടെറാക്കോട്ട കളർ വരുന്ന ഒരു പോട്ടിലാണ് നമുക്ക് സെറ്റ് ചെയ്ത് വരുന്നത്. അല്ലാതെ ബ്ലാക്ക് കളർ പോട്ടും ഉണ്ട് നമുക്ക്. ഇനി അടുത്ത് വരുന്ന ഈ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ റെഡ് ഡ്രാഗൺ എന്നും പറയുന്ന നമ്മുടെ അഗ്ലോണിമയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാന്റ്സ് നമ്മുടെ ഇപ്പോൾ സെയിലായിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ഡ്രാഗൺ എന്നാണ് ഇതിൻ്റെ ID വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡബിൾ ഷൂട്ട് പ്ലാന്റും ഉണ്ട്, സിംഗിൾ ഷൂട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നത് റെഡ് ഡ്രാഗൺ. ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വരുന്നത്. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതും ഞാനും ഈ ഒരു വെറൈറ്റി ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത്. പിന്നെ ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുക, ഗീവവേയുടെ കാര്യം പറയാം. അപ്പോൾ ഗീവവേയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ പേര് നമുക്ക് കമൻറ്റ് ഇട്ടു കഴിഞ്ഞ വീഡിയോസിലൊക്കെ പല രീതിയിൽ സെലക്ട് ചെയ്യാൻ. പക്ഷേ നമ്മൾ കുറേ നോക്കിയപ്പോൾ സ്റ്റാറ്റസ് ഇടാനൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ പേര് പറഞ്ഞു സ്റ്റാറ്റസിൽ ചില പ്രശ്നം കാണും, പിന്നെ വേറെ ചിലർ പറഞ്ഞു ആദ്യം കമൻറ്റ് ഇടുന്ന ആൾക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കാണിക്കുന്ന നമ്മുടെ പാക്കിങ്ങിൻ്റെ ഒക്കെ ഇതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടിയാണ് നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നമ്മൾ രാത്രി വരെ ഇരുന്ന് പാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ വേറെ ചിലർ പറഞ്ഞു നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന ആളെ സെലക്ട് ചെയ്യണം. അപ്പോൾ പക്ഷേ വേറെ ചിലർ പറഞ്ഞു അവർക്ക് റേഞ്ചിൻ്റെ ഇഷ്യൂ കാണണം, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല, അങ്ങനെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുവാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഒരു വീഡിയോ വരുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ ഇടുന്ന ലൈക്ക് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മൾ
സെലക്ട് ചെയ്യുന്നത്. കമൻറ്റ് തന്നെയായിരിക്കും കമൻറ്റ്. പിന്നെ മാക്സിമം ആൾക്കാരെ നമ്മുടെ ചാനൽ മാക്സിമം ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താ പറയുക മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ മാക്സിമം ആൾക്കാരെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ട് ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം എന്ന് വരെ കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ അതൊക്കെ നമ്മൾ വഴിയെ പറയാം. പക്ഷെ എന്നാലും ഉടനെ ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ടൈം കൊടുക്കണം. ചിലരൊക്കെ നമ്മളെ വീഡിയോ പിന്നീടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് അവർക്കും കൂടെ സമയം പരിഗണിച്ചിട്ടായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പം നിങ്ങൾക്ക് അതുവരെ നിങ്ങളുടെ ഗിഫ്റ്റായിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാനുള്ള എന്താ പറയുക ഓപ്ഷനുണ്ട്. അപ്പം നമ്മുടെ ഗിഫ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സർപ്രൈസ് ബോക്സ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി, ഒരു ഓർക്കിഡ് വെറൈറ്റി, പിന്നെ എന്താ പറയുക ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൊഗെയിൻവില്ല ആഡ് ചെയ്യാൻ പറ്റുന്നു. ബൊഗെയിൻവില്ല നമ്മൾ നോക്കട്ടെ. കാരണം നമ്മൾ ബൊഗെയിൻവില്ല അങ്ങനെ DTDC ഒക്കെ വഴി അയക്കാറില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ ആകെ പെറ്റ് സർവീസും പിന്നെ നമ്മുടെ അല്ലാത്ത ഒരു വണ്ടിയിലാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. കാരണം അതിൻ്റെയൊക്കെ റൂട്ടിനൊക്കെ പെട്ടെന്ന് ഡാമേജ്. കാരണം ബൊഗെയിൻവില്ലയുടെയൊക്കെ വേര് നിങ്ങൾക്ക് അറിയാം. ഒന്നാമത് വേര് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേര് വന്നാലും ചെറിയൊരു അനക്കം മതി. ചിലപ്പോൾ അതൊന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബൊഗെയിൻവില്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൊഗെയിൻവില്ല വയ്ക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു എന്താ പറയുക ഒരു 3, 4, 5 പ്ലാൻസ് അടുപ്പിച്ചാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത്യാവശ്യം നല്ല വെറൈറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ്. പിന്നെ നമ്മുടെ ഫിലഡൻഡ്രോൺ വെറൈറ്റിയുടെ നമ്മുടെ പിങ്ക് പ്രിൻസ് അല്ലെങ്കിൽ വൈറ്റ് പ്രിൻസ് കാണും. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പിങ്ക് പ്രിൻസും വൈറ്റ് പ്രിൻസൊക്കെ. അപ്പോൾ ആ ഒരു വെറൈറ്റി, പിന്നെ നമ്മുടെ ഒരു അഗ്ലോണിമ വെറൈറ്റി, പിന്നെ ഒരു ഓർക്കിഡ്, പിന്നെ ബൊഗെയിൻവില്ല പറ്റുമെങ്കിൽ ബൊഗെയിൻവില്ല വയ്ക്കും. പിന്നെ വേറെ പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് പ്ലാന്റ്സ് നല്ല പ്ലാന്റ്സ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സ് സർപ്രൈസ് ബോക്സ് ആയതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയിട്ടിരിക്കും. പിന്നെ ഏത് വെറൈറ്റി ഒക്കെ ആണെന്നുണ്ട് ലൈക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇനി പറയാം. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് വരും. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം വീഡിയോയ്ക്ക് നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് അതായത് നമ്മളിപ്പം ഇന്ന് വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പെട്ടെന്ന് ആ വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ പലർക്കും നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ആവണമെന്നില്ല. പുതുതായിട്ട് കാണുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒരു അവസരം കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സെയിലിന് വരുന്ന അടുത്തൊരു വെറൈറ്റി നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഇത്രയും ഷൂട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് നല്ല മൂവിങ് ആയിട്ടുള്ള വെറൈറ്റി. നമുക്ക് ഇഷ്ടം പോലെ പെട്ടെന്ന് എൻക്വയറി ഒരുപാട് ഓർഡേഴ്സ് വരുന്ന വെറൈറ്റി. കാരണം നമുക്ക് ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോഴും പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. നല്ല ഷൂട്ടുള്ള പ്ലാന്റ്സ് തന്നെ അവൈലബിൾ ആണ്. കണ്ടോ, അതേപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷൂട്ട്സുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഈ ഒരു പ്ലാന്റ് ഇത്രയും ബുഷി പോട്ടിന് നമുക്ക് വെറും 350 രൂപയേ ആകുന്നുള്ളൂ. ഇത്രയും ബുഷി ആയിട്ടുള്ളൊരു പോട്ടിന്. ഇനി അടുത്ത വരും നമ്മുടെ ഫയർ റെഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന വെറൈറ്റി. അത്യാവശ്യം റെഡ് കളർ ഒരു ഫയർ വർക്ക് എന്ന് ഇതിനൊരു പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് 250 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇത് ഈ കാണുന്ന ഈ സൈസിലെ പ്ലാന്റ്സ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല നമ്മൾ വിത്ത് പോട്ടോടുകൂടി അയക്കും, വിത്തൗട്ട് പോട്ടോ അയക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് അയക്കുന്നതായിരിക്കും. നമ്മുടെ വിത്ത് പോട്ട് ആകുമ്പോഴത്തേക്ക് കൊറിയർ ചാർജിൽ ചെറിയ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക. പിന്നെ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത്യാവശ്യം 3 കളർ നമുക്ക് നല്ല കയറി വന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള. ട്രൈ കളറിൻ്റെ ആകെ ഒരു 2-3 പ്ലാന്റ്സ് നമുക്കിനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇതേപോലെ അത്യാവശ്യം നല്ല കളേഴ്സ് വന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം മറക്കരുത്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഇട്ട് ആ ഒരു കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്ന ഒരാളെയും കൂടെയാണ് നമ്മൾ അങ്ങനത്തെ അതും കമൻറ്റും കൂടെ ഇടുന്ന അതല്ല എല്ലാ കാര്യങ്ങളും കൂടെ നോക്കിയിട്ടായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നതും എല്ലാം അറിയാൻ പറ്റും. നമുക്കിപ്പം ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നമുക്കത് അറിയാൻ പറ്റും. അതൊക്കെ കൊണ്ട് പിന്നെ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ കോംബോ. നമ്മുടെ 6 വെറൈറ്റി മണി പ്ലാന്റ്, അതായത് സിൽവർ പോത്തോസ്, എൻജോയ് പോത്തോസ്, മഞ്ജുള പോത്തോസ്, പിന്നെ ഒരു ഗ്രീൻ വെറൈറ്റി, നിയോൺ പോത്തോസ്, മാർബിൾ പോത്തോസ്, ഇത്രയും വെറൈറ്റിയുടെ ഒരു കോംബോ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക്
നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. സിംഗിൾ പ്ലാൻസ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. സിംഗിൾ പ്ലാൻസ് 150 ആണ്. ഈ സിൽവർ പോത്തോസൊക്കെ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ്. പിന്നെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇതൊരു വെരിഗേഷൻ കയറി വരുന്നൊരു വെറൈറ്റിയാണ്. കണ്ടോ, ഇതൊക്കെയാണ് വെറൈറ്റി. ഇതിൻ്റെ ഒരു ലീഫും ഒരു ഭയങ്കര റഫ് ടെക്സ്ചറിലുള്ള ഒരു ലീഫാണ്. അപ്പം ഈ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ അത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കൊണ്ട്, ഇതിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട്. പേരിനെ പെട്ടെന്ന് മറന്നേ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ ഹാങ്ങറോട് കൂടിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഫ്ലഫി ഫേൺ ആണ്. ഫ്ലഫി റഫിൾ ഫേൺ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി. അത്യാവശ്യം നല്ല ഭംഗിയുള്ളത്. ഇതേ പോട്ടിൽ ഇങ്ങനെ ബുഷിയായിട്ട് നമുക്ക് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വെറും എന്താ പറയുക, ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് വെറും 225 രൂപ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. അത്യാവശ്യം ബുഷി പോട്ട് തന്നെയാണ് തരുന്നത്. പിന്നെ അടുത്ത നമ്മുടെ പെപ്പറോമിയ വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റിയുടെ ഇതേ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലായിട്ട് റെഡി ആയിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടതനുസരിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ്, നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ ഇനി അടുത്ത നമ്മുടെ സാൻസവേരിയ അല്ലെങ്കിൽ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി. സ്നേക്ക് പ്ലാന്റ് പല വെറൈറ്റി ഉണ്ട്. നമുക്ക് സിൽവർ ഡ്രാഗൺ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. സ്നേക്ക് പ്ലാന്റ് ഇതാ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു ഡിസൈനൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ്. എന്താ പറയുക, നല്ലൊരു വെറൈറ്റി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല ഗ്രീൻ ഷെയ്ഡ്, ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതും ഉണ്ട്. കണ്ടോ, ഈ ഒരു വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടൊക്കെ അവൈലബിൾ. ഇതൊക്കെ നമുക്ക് 280 റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ടും നമ്മുടെ ടേബിൾ ടോപ്പായിട്ടും ഓഫീസിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഈ ഒരു വെറൈറ്റി. പിന്നെ ഇതിൻ്റെയൊക്കെ ഗ്രീനർ ഷെയ്ഡും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് വിത്ത് പോട്ട് വയ്ക്കും, വിത്തൗട്ട് പോട്ട് വയ്ക്കും. കണ്ടോ, അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാൻ, നല്ലൊരു ലോട്ടസ് ഷേപ്പിൽ നല്ലൊരു ഫ്ലവർ ഷേപ്പിലൊക്കെയാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ ടൈപ്പ് പ്ലാന്റ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി.